ഹലോ ഫ്രണ്ട്സ്, കുറേ നാളായി ഞാൻ വീഡിയോ എടുത്തിട്ട് അത് ഓൺ വോയിസിൽ. ഞാൻ നാട്ടിൽ പോയേക്കുമായിരുന്നു. എൻ്റെ കല്യാണം കഴിഞ്ഞു, ഞാൻ തിരിച്ചു വന്നു. 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ജോലിക്കും കയറി. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ട്രെയിനിങ് ഡേ ആണ് ഞാൻ കാണിക്കുന്നത്. അങ്ങനെ ഞാൻ രാവിലെ ഒരു 9:30 ആയപ്പോൾ എഴുന്നേറ്റു. 12 മണിക്കാണ് നമുക്ക് ട്രെയിനിങ്ങിന് പോകേണ്ടത്. ഒരു 30 മിനിറ്റ് നേരം അങ്ങോട്ടേക്ക് ട്രാവൽ ഉണ്ട് കേട്ടോ. ഞാൻ ഇന്ന് ട്രെയിനാണ് പോകുന്നത്. അക്സ്ബ്രിഡ്ജ് എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. മാക്സിമം എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ ക്യാപ്ചർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോയുടെ അവസാനം വരെ കാണണം. ഞാൻ നാട്ടിൽ നിന്ന് വന്ന എൻ്റെ 4ാമത്തെ ദിവസമാട്ടോ എനിക്ക് ഈ ട്രെയിനിങ്. കംപ്ലീറ്റ് എൻ്റെ മൈൻഡ് മൊത്തവും വീട്ടിലും നാട്ടിലും ഒക്കെയാണ്. കാരണം 1 മന്ത് ഞാൻ അവിടെ അടിച്ച് പൊളിച്ചിട്ടാണ് ഇങ്ങോട്ട് പോന്നേക്കുന്നത്. അപ്പോൾ ഇതുവരെ ഞാൻ നാട്ടിൽ പോയിട്ട് വന്ന് എനിക്ക് ഇത്രയും വിഷമം ഉണ്ടായിട്ടില്ല. എനിക്ക് ഈ വട്ടമാണ് കേട്ടോ ഇത്രയും വിഷമമായി പോയത്. പ്രത്യേകിച്ച് കല്യാണം കൂടെ കഴിഞ്ഞ് 2 വീട്ടുകാരെ മിസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അതൊക്കെ പോട്ടെ. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ചോക്ലേറ്റ് ഫ്ലേവറിൻ്റെ ഒരു ഹേസൽനട്ടിൻ്റെ ഓട്സാണ് പ്രിപ്പയർ ചെയ്തത്. അങ്ങനെ ഞാൻ ആ ഫുഡൊക്കെ കഴിച്ചു റെഡിയായിട്ട് ഇറങ്ങാൻ പോവാം. ഒരു 11 മണി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഇറങ്ങി കേട്ടോ. ഒരു അരമണിക്കൂറുണ്ട്. പിന്നെ ഞാൻ ട്രെയിൻ സ്റ്റേഷനിലേക്ക് നടക്കണമെങ്കിൽ ഒരു 10-15 മിനിറ്റ് ഞാൻ അങ്ങോട്ടേക്ക് നടക്കണം. നല്ല വെതറായിരുന്നു കേട്ടോ. സൂര്യൻ ഉണ്ട്, നിങ്ങളൊന്നും വിചാരിക്കരുത് മഴക്കാറൊന്നും അല്ല അത്. പക്ഷേ ആൾക്ക് പൊതുവെ ഭയങ്കര മടിയാണ്. സമ്മറാണെന്ന് പേര് മാത്രമേ ഉള്ളൂ, പുറത്തേക്ക് വരാൻ ഭയങ്കര മടിയാണ് കേട്ടോ. സൈഡിലൊക്കെ ആണെങ്കിൽ നല്ല മരങ്ങളും നല്ല പൂക്കളുമായിട്ട്. കാരണം മുന്നേ ഈ വിൻ്റർ ആയിരുന്ന സമയത്ത് ഇലയെല്ലാം കൊഴിഞ്ഞ് നിന്ന മരത്തിൽ മാക്സിമം ഇപ്പോൾ പൂക്കളും തളിരും ഒക്കെ വന്നിട്ടുണ്ട്. എനിക്കൊരു അസുഖമുണ്ട്. എന്താണെന്ന് വെച്ചാൽ പുറത്തോട്ട് ഇറങ്ങി എൻ്റെ മൂക്കിൽ നിന്ന് ചെടപ്പെടാന്ന് പറഞ്ഞ് അണക്കെട്ടൊഴുകുന്ന പോലെ വെള്ളം വരണേ. അത് എനിക്ക് ഈ ഏത് വെതറാണെങ്കിലും വിൻ്റർ ആണെങ്കിലും സമ്മർ ആണെങ്കിലും ഒക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. അങ്ങനെ ഞാൻ സ്റ്റേഷനിലെത്തി, കാർഡ് ടാപ്പ് ചെയ്തിട്ട് വേഗം ഇറങ്ങാം. എനിക്കൊരു രാശിയുണ്ട്, ഞാൻ എവിടെ പോണേലും എനിക്ക് വണ്ടി കിട്ടാൻ താമസിക്കും. അങ്ങനെ ഞാൻ സ്റ്റേഷനിലെത്തി. പ്രസ്റ്റൺ റോഡ് എന്നാണ് കേട്ടോ സ്റ്റേഷൻ്റെ പേര്. എനിക്ക് മാത്രമുള്ള ട്രെയിൻ വരുന്നില്ല, ബാക്കി എല്ലാവർക്കും ഉള്ള ട്രെയിൻ വരുന്നുണ്ട്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. ഞാൻ അവിടെ പോസ്റ്റ് അടിച്ച് ഇങ്ങനെ ഇരിക്കുക. ആരുമില്ല മിണ്ടാൻ. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരാളെയെങ്കിലും കാണും നമ്മൾക്ക് പരിചയമുള്ള. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ട്രെയിൻ പോകുന്നുണ്ട്. ഞാനിങ്ങനെ ഈച്ചയടിച്ച് അവിടെ ഇരിക്കുക. നിങ്ങൾ എത്ര പേര് നാട്ടിൽ മെട്രോയിൽ കയറിയിട്ടുണ്ടാവും? ഞാൻ കൂടിപ്പോയ 2 വട്ടം കയറിയിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ ആലുവയിൽ വർക്ക് ചെയ്യുമായിരുന്നു. അല്ലാണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് മെട്രോ കാണാനോ ലുലു മോൾ കാണാനോ എറണാകുളം കാണാനോ ഞാൻ ഇന്നേ വരേക്കും പോയിട്ടില്ല കേട്ടോ. ഒരാളാണ് ഇന്ന് ലണ്ടൻ എന്നുള്ളൊരു സ്ഥലത്ത് വീട്ടുകാരും ഇല്ല കൂട്ടുകാരും ഇല്ലാതെ ഒറ്റയ്ക്ക് വന്നപ്പോൾ ഞാൻ എന്നെ തന്നെ കുറച്ച് സത്യമായിട്ടും ഭയങ്കര പ്രൗഡായിട്ടുണ്ട് കേട്ടോ. കാരണം എന്നെപ്പോലെ പല ആൾക്കാരും ഉണ്ട്, അയ്യോ എന്നെക്കൊണ്ട് ഇതൊന്നും പറ്റില്ല എന്നോർത്തിട്ട്. എല്ലാം ഇങ്ങനെ മൂടിക്കെട്ടി ജീവിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും സാഹചര്യം ഒരേപോലെ ആവണമെന്ന് ഒരിക്കലും ഇല്ല. അതിനുവേണ്ടി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രയത്നിക്കണം. കഥയും പറഞ്ഞിരുന്ന് ഞാൻ ട്രെയിൻ വന്ന കാര്യം പറയാൻ മറന്നുപോയി. ഇത്രയും നേരം ഞാൻ ക്ഷമയോടെ കാത്തിരുന്നത് ആ ട്രെയിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞാൻ ട്രെയിനകത്ത് കയറി. ഭാഗ്യത്തിന് എനിക്കൊരു സൈഡ് സീറ്റ് കിട്ടി. ട്രെയിൻ കിട്ടിയപ്പോൾ തന്നെ 11:30 കഴിഞ്ഞായിരുന്നു. അരമണിക്കൂർ വേണമല്ലോ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഈ ട്രെയിനാണെങ്കിൽ പിടിച്ചിടാൻ പറ്റുന്ന സ്ഥലത്ത് മൊത്തവും പിടിച്ചിട്ടു. അങ്ങനെ ഞാൻ എത്താറായിട്ടോ. The next station is Uxbridge, where this train terminates. Please take your belongings with you when you leave the train. All change. 12:05 ഞാൻ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയപ്പോഴേക്കും 10 മിനിറ്റ് നേരം അങ്ങോട്ടേക്ക് നടക്കാനുമുണ്ട്. ട്രെയിനിങ്ങിന് കയറ്റുമോ ഇല്ലയോ, അതാണ് എൻ്റെ മനസ്സിൽ അടുത്ത ക്വസ്റ്റ്യൻ. ഞാൻ ഇത്രയും ഓടിപ്പടച്ചടം വരെ ചെന്നിട്ട് അവരെന്നെ പറഞ്ഞിടുമോ എന്ന് സംശയം ഇല്ലാതില്ല. എക്സിറ്റിൽ ഭയങ്കര തിരക്കായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ട്രെയിൻ അവിടം വരെ ഉള്ളായിരുന്നു. അതുകൊണ്ട് എനിക്ക് മെനക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ അവിടെ നിന്ന് ഒരു ഓട്ടം വെച്ച് കൊടുത്തു. Not mine. If they were mine, I'd say yes. But if you do get the slides, don't share them around. How are we all doing? Is our brains working? That's your P wave. So it's gone from the SA note to the AV note. People chose to. അങ്ങനെ ഭാഗ്യത്തിന് അവരെന്നെ ട്രെയിനിങ്ങിന് കയറ്റി കേട്ടോ. അങ്ങനെ 4 മണിയായി കഴിഞ്ഞപ്പോഴേക്കും ഇറങ്ങി. ഒടുക്കത്തെ വിശപ്പ്. ഇതിൻ്റെ അടുത്താണെങ്കിൽ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട്, കുറേ സ്ട്രീറ്റ് ഷോപ്പും ഒക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കാണിക്കാൻ മഴ പെയ്യാൻ തുടങ്ങി. ഇതാണ് ഇവിടുത്തെ കുഴപ്പം. അങ്ങനെ ഞാൻ എന്തായാലും ആ കോംപ്ലക്സിനകത്തോട്ട് കയറിയിട്ടുള്ള കാഴ്ചകൾ നിങ്ങളെ കാണിച്ചു തരാം.
ഞാൻ ലിഡിൽ കയറിയിട്ട് കുറച്ച് സാധനവും കൂടെ മേടിച്ചു. പോരാത്തതിന് മഴ ചാറുന്നുണ്ട്. ഇതെല്ലാം കയ്യിൽ പിടിച്ചിട്ട് പോകാനുള്ള ഒരു താമസം കൊണ്ട് ഞാൻ അധികം നേരം അവിടെ നിന്നില്ല. വേഗം തന്നെ സ്റ്റേഷനിലോട്ട് പോയി. ട്രെയിൻ അവിടെ കിടപ്പുണ്ടായിരുന്നു. വിശന്നിട്ട് കണ്ണ് കാണാത്തതുകൊണ്ട് ഞാൻ ആ ലിഡിൽ നിന്നൊരു ക്രോയിസൻറ്റും കൂടെ വാങ്ങിയിട്ടോ. ഒരു ആൽമണ്ട് ന്യൂട്ടെല്ല ഫില്ലിങ്സ് ഒക്കെ ഉള്ള ഒരു ക്രോയിസൻ്റ് ആയിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഒരു 69 പെൻസ് ആണ്. നമ്മുടെ നാട്ടിൽ ഒരു ഏകദേശം 69 രൂപ ആണ് ആ ഒരെണ്ണത്തിന്. പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. വിശപ്പായിരുന്നു കാരണം കുമ്മാന്ന് ഞാൻ അവിടെ നിന്ന് കഴിച്ചു. ആൾക്കാരെ നോക്കിയില്ല. കാരണം പപ്സ് കഴിക്കുന്നത് പോലെയാണ് ഈ സെറ്റപ്പ്. മുഖത്തും ദേഹത്തും മൊത്തം ആകും. ഞാനങ്ങനെ വീട്ടിലെത്തി. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ഗായ്സ്.